ഈയിടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ട്രെൻഡാണ് എല്ലാവരും ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി പ്രധാന ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. നമുക്ക് മുന്നേ ഉള്ള നമ്മുടെ ജനറേഷൻസ് ചോറായിരുന്നു പ്രധാന ഭക്ഷണമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. അവരൊക്കെ 70 വയസ്സ് വരെയും 80 വയസ്സ് വരെയും 90 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ജനറേഷൻ ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തിയെ പ്രധാന ഭക്ഷണമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ ചോറാണോ ചപ്പാത്തിയാണോ നല്ലത് എന്ന് നമുക്കൊന്ന് നോക്കാം. ചോറാണോ ചപ്പാത്തിയാണോ നല്ലത് എന്ന് നോക്കുന്നതിന് മുന്നേ ചോറിലും ചപ്പാത്തിയിലൊക്കെ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ? അതിനായി നമുക്ക് 100 ഗ്രാം ചോറും 100 ഗ്രാം ചപ്പാത്തിയും എടുക്കാം. 100 ഗ്രാം ചോറിൽ നിന്നും നമുക്ക് 130 കിലോ കലോറീസ് എനർജി കിട്ടുന്നു. എന്നാൽ 100 ഗ്രാം ചപ്പാത്തിയിൽ നിന്നും നമുക്ക് 220 കിലോ കലോറീസ് എനർജി കിട്ടുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ചോറിനേക്കാൾ കൂടുതൽ എനർജി ലഭിക്കുന്ന ഭക്ഷണമാണ് ചപ്പാത്തി. ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യം എടുക്കാം. ചോറിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് 28 ഗ്രാം ആണെങ്കിൽ ചപ്പാത്തിയിലെ അതിൻ്റെ അളവ് 36 ഗ്രാം ആണ്. അതേപോലെ ചോറിൽ 2.4 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, ചപ്പാത്തിയിൽ 6.6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ചോറിൽ വെറും 0.3 ഗ്രാം മാത്രമാണ് ഫാറ്റ് ഉള്ളത്, എന്നാൽ ചപ്പാത്തിയിൽ അത് 3.8 ഗ്രാം ആണ്. ഇനി ഫൈബേഴ്സിൻ്റെ കാര്യം എടുത്താൽ ചോറിൽ 0.4 ഗ്രാം ആണ് ഫൈബേഴ്സ് ഉള്ളത്, ചപ്പാത്തിയിൽ അത് 4.2 ഗ്രാം ആണ്. ചപ്പാത്തിയിലും ചോറിലും എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കലോറീസിൻ്റെ കാര്യമായാലും കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യമായാലും ഫാറ്റോ ഫൈബേഴ്സോ അല്ലെങ്കിൽ പ്രോട്ടീൻ എടുത്താലോ എല്ലാം ചോറിനേക്കാൾ കൂടുതൽ ചപ്പാത്തിയിലാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് പറയാം ചോറിനേക്കാൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത് ചപ്പാത്തിയാണെന്ന്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ചപ്പാത്തിയുടെ അളവുകൾ വെറും ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ട മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ അളവുകളാണ്. എന്നാൽ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആട്ടയുടെ കൂടെ മൈദ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡാൽഡ പാം ഓയിൽ പോലെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ ഈ അളവുകൾ മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാല്യൂ കൂടിയുണ്ട്, ഗ്ലൈസമിക് ഇൻഡെക്സ്. ഗ്ലൈസമിക് ഇൻഡെക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആഹാരം കഴിച്ചാൽ അത് എത്ര പെട്ടെന്ന് ദഹിച്ച് രക്തത്തിലേക്ക് എത്തുന്നു എന്നതാണ്. 0 മുതൽ 100 വരെയാണ് അതിൻ്റെ വാല്യൂ. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണെങ്കിൽ അതിനർത്ഥം ആ ആഹാരം മെല്ലെയെ ദഹിച്ചിട്ട് രക്തത്തിലേക്ക് ഗ്ലൂക്കോസായിട്ട് എത്തുള്ളൂ. ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം ആ ആഹാരം പെട്ടെന്ന് ദഹിച്ചിട്ട് വളരെ കൂടിയ അളവിലെ ഗ്ലൂക്കോസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്നു എന്നതാണ്. ചോറിന് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. ചോറിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് 73 ആണ്. എന്നാൽ ചോറിനെ അപേക്ഷിച്ച് ചപ്പാത്തിയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്, അത് 52 ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് ചോറാണോ ചപ്പാത്തിയാണോ നല്ലത് എന്ന് നോക്കാം. ഫിസിക്കലി ആക്റ്റീവായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത്യാവശ്യം ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് മറ്റ് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വലിയ പ്രശ്നമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ചോറും ചപ്പാത്തിയും കഴിക്കാം. ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ധാരാളം എനർജി ആവശ്യമുണ്ട്. ഈ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പ്രധാനമായും ആശ്രയിക്കുന്നത് ഗ്ലൂക്കോസിനെയാണ്. നമ്മൾ ഈ കഴിക്കുന്ന ചോറായാലും ചപ്പാത്തി ആയാലും അത് ദഹിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഗ്ലൂക്കോസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കോശങ്ങൾക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചോറ് ദഹിക്കാൻ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ സമയമെടുക്കും. എന്നാൽ ചപ്പാത്തി ദഹിക്കാൻ 2 മുതൽ 3 മണിക്കൂർ വരെ സമയമെടുക്കും. നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് നിങ്ങൾക്ക് എനർജി റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ചോറ് കഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നിങ്ങളിപ്പോൾ പെട്ടെന്ന് അടുത്ത 1 മണിക്കൂറിലോ അല്ലെ 1.5 മണിക്കൂറിലോ നിങ്ങൾ നല്ല ആയാസമുള്ള ഒരു വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരു വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചോറ് കഴിച്ചാൽ അത് പെട്ടെന്ന് ദഹിച്ചിട്ട് നമുക്ക് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾ സ്റ്റഡി ആയിട്ട് ഒരു 3-4 മണിക്കൂർ മിതമായ രീതിയിലുള്ള എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ചപ്പാത്തി ആയാലും ചോറായാലും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അത്യാവശ്യം പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നിങ്ങളിപ്പോൾ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അതായത് അങ്ങനെ ശരീരമൊന്നും അനക്കാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചോറും ചപ്പാത്തിയും കഴിക്കാം, പക്ഷേ
കുറഞ്ഞ അളവിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്. ചോറ് പെട്ടെന്ന് ദഹിക്കുന്ന ഒരു ആഹാരമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ അധികം ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ കോശങ്ങൾക്ക് അത്ര എനർജി ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വലിയ അളവിൽ ചോറ് കഴിക്കുകയാണെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ട് ഈ ചോറ് ദഹിച്ചിട്ട് അത്രയും അളവിൽ ഗ്ലൂക്കോസ് നിങ്ങളുടെ രക്തത്തിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളുടെ കോശങ്ങൾക്ക് അത്രയും അളവിൽ ഗ്ലൂക്കോസ് ആവശ്യമില്ല. അപ്പോൾ അത് രക്തത്തിൽ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പോരാത്തതിന് ഈ ഗ്ലൂക്കോസ് ഒക്കെ കൂടിയിട്ട് ഫാറ്റ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുവഴി നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, അതേപോലെ ഫാറ്റി ലിവർ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണം വളരെ കുറച്ച് മാത്രം കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ലേറ്റ് നൈറ്റ് ആഹാരം കഴിക്കാതിരിക്കുക. നിങ്ങളിപ്പോൾ ചപ്പാത്തിയാണ് രാത്രി കഴിക്കുന്നതെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് 3 മണിക്കൂർ മുന്നെയെങ്കിലും കഴിച്ചിരിക്കണം. നിങ്ങളിപ്പോൾ ചോറ കഴിക്കുന്നതെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മുന്നെയെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം. അതിനുശേഷം പറ്റുമെങ്കിൽ ഒരു 15 മിനിറ്റ് മുറ്റത്തൂടെയോ അല്ലെങ്കിൽ ഹാളിലൂടെയോ ഒന്ന് നടക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഉപകാരപ്പെടും. ഇനി നിങ്ങൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചോറിൻ്റെ അളവ് പരമാവധി കുറക്കണം. ചോറ് മാത്രമല്ല, ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള എല്ലാ ആഹാരങ്ങളും കഴിക്കുന്നതിൻ്റെ അളവ് കുറക്കുന്നത് വളരെ നല്ലതാണ്. ചോറായാലും ചപ്പാത്തിയായാലും വളരെ കുറവ് മാത്രം കഴിക്കുക. കൂടുതലായും ഫൈബർ അടങ്ങിയ അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ, ഫാറ്റ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. മൈദയുടെ കാര്യം പ്രത്യേകം പറയണം. മൈദയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്, ചോറിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചോറ് കഴിക്കാതെ മൈദ വെച്ചിട്ട് ദോശയോ ചപ്പാത്തിയോ ഉണ്ടാക്കി കഴിച്ചിട്ട് ഒരു കാര്യമില്ല. മൈദ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക. ആട്ട കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചോറും കഴിക്കാം, ചപ്പാത്തിയും കഴിക്കാം. നിങ്ങൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചോറിൻ്റെ അളവ് നല്ല രീതിയിൽ കുറക്കുന്നത് നല്ലതായിരിക്കും. കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിൻ്റെ അളവ് നല്ല രീതിയിലൊന്ന് കുറക്കുക. ചപ്പാത്തിയും നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ മൈദ യൂസ് ചെയ്യാതെ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മാക്സിമം ഒഴിവാക്കിയിട്ട് അതിന് പകരം ഹെൽത്തി ഫാറ്റും പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചപ്പാത്തിയാണോ ചോറാണോ ഇഷ്ടം? വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.